ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ മോളെ അബാക്കസൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. ഒരു 11:30 ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ വരുന്ന അമ്മയോടൊക്കെ വർത്തമാനം പറഞ്ഞ് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് പിന്നെ കിടന്നുറങ്ങി. എന്നിട്ട് ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈകുന്നേരത്തെ ഒരു ചെറിയ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ എപ്പോഴും ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണല്ലോ ഇടാറ്. അപ്പം അതെടുക്കുമ്പം വോയിസ് ഓവർ കൊടുക്കാറില്ല, ഞാൻ മ്യൂസിക് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യാറ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് വോയിസ് ഓവർ കൊടുത്തിട്ട് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. വോയിസ് ഓവർ കൊടുത്തിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അല്ലെങ്കിൽ മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ഞാനിത് അകത്തൊക്കെ അടിച്ചു വാരി ഞാനിപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ അമ്മ വിറക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വിറക്. അപ്പോൾ അത് പൂച്ച അങ്ങോട്ട് തട്ടിയിട്ടപ്പോൾ താഴേക്ക് ഇങ്ങനെ വീണുമല്ലോ എടുത്ത് വെച്ചതൊക്കെ. എന്നിട്ട് അതൊക്കെ ഞാൻ എടുത്ത് വെക്കുവാണേ. പിന്നെ ഒരുപാട് മാച്ചിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഐസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഐസ് കഴിച്ച കൊട്ടയൊക്കെ ഇങ്ങനെ നമ്മൾ വലിച്ച് അപ്പുറത്തേക്ക് ഇട്ടതാണ് കേട്ടോ. അപ്പം ഈ പിന്നെ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവരുണ്ടല്ലോ ചേച്ചിമാർ, അപ്പോൾ അവർ പിന്നെ ആ വലിയ പാത്രത്തിലാണ് കേട്ടോ അമ്മ പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് വെക്കാറ്. അപ്പം ഞാനങ്ങനെ അതിലൊക്കെ എല്ലാം പറക്കി വെച്ചു. പിന്നെ നമ്മളെ ഗ്യാസ് കുറ്റി, അത് നിറച്ച ഗ്യാസ് കുറ്റിയാണ്. അത് ഞങ്ങൾ പുറത്ത് തന്നെ വെക്കാറ്, ഉള്ളിലേക്ക് കയറ്റി വെക്കാറില്ല. അപ്പോൾ ആവശ്യത്തിന് എടുക്കുക ചെയ്യുക. അപ്പോൾ ആ മൂലക്കേക്ക് ഞാനതവിടെ അടിച്ച് വാരിയിട്ട് ആ മൂലക്കേക്ക് എടുത്ത് വെച്ചു കേട്ടോ. വിറകും സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ തൽക്കാലത്തേക്ക് അമ്മ മഴ വന്നപ്പോൾ എടുത്ത് വെച്ചതാണ്. അപ്പുറത്ത് പിന്നെ അടുപ്പിൻ്റെ അവിടെ വെക്കാമെന്ന്, ബാക്കിൽ അടുപ്പിൻ്റെ അവിടെ വെക്കാമെന്ന് പറഞ്ഞുകൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ചെരുപ്പൊക്കെ ഉണ്ടാവും മേശ, അത് നമ്മളെ ഒരു ടേബിളാണ്, ചെറിയ ടേബിൾ. ആ ടേബിളിൻ്റെ മേലെ വെച്ച ടേബിളിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളത് ശരിയാക്കിയിട്ടില്ല. പിന്നെ അതിൻ്റെ കാലിനൊക്കെ ഇങ്ങനെ പിന്നെ ഇതുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു വരുമല്ലോ ഫ്ലൈവുഡ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ അതിങ്ങനെ പൊട്ടാനായിട്ടുള്ളത്. അപ്പോൾ അതവിടെ പുറത്തെടുത്ത് വെച്ചെടുക്കുക. അമ്മ മഴ വന്നപ്പം വേഗം അവിടെ വിറകെടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിന് ഇപ്പം ഒരിക്കലും കൂടെ വെയിലത്തിടാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേറെ അപ്പുറത്ത് തന്നെ മാറ്റിയിടും കേട്ടോ. അപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ വെച്ചതാണ്. അങ്ങനെ ഇതാ ഞാൻ ആ ഒരു സൈഡൊക്കെ അടിച്ച് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ ഇതാ ചേരിയൊക്കെ ഉണ്ടായിരുന്നു, അമ്മ അവിടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ വിറകിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കണം. അപ്പോൾ മാച്ചിയും എല്ലാം ഞാൻ വിറകിൻ്റെ മുകളിൽ തന്നെ കയറ്റിയിട്ടാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുറ്റത്ത് തന്നെ അഴ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മഴ വരുമ്പോൾ എടുത്തിട്ടിടാൻ വേണ്ടിയിട്ട് ഷീറ്റിൻ്റെ പുറത്ത് നമ്മൾ അഴ കെട്ടിയിട്ടുണ്ട്. വെയിൽ വരുമ്പോൾ അവിടെ അറിയിടും, അല്ലാതപ്പം ഇവിടെ മുറ്റത്തിടും കേട്ടോ. അതിപ്പോൾ കാറ്റും അടിച്ചു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ അവിടെ നിന്നത്. കാറ്റൊക്കെ ഇങ്ങനെ അടിച്ചടുത്തേക്ക് ഇങ്ങനെ പോകുന്നു. അപ്പോൾ അങ്ങനെ ഇതാ മുറ്റമൊക്കെ അടിച്ചു. കാറ്റൊക്കെ ഉണ്ട്, ചെറിയ മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അമ്മ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു. പിന്നെ അമ്മ പടവളം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു, പടവളം നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞു. ഒരുപാട് കിട്ടീന് കേട്ടോ പടവളങ്ങ, ഒരുപാട് നല്ല ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വള്ളിയൊക്കെ ഇങ്ങനെ പറിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ പന്തലൊക്കെ പൊട്ടിച്ചിട്ട് അമ്മ ഇങ്ങനെ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ മഴ വരുന്നതിൻ്റെ ഇടയ്ക്ക് അത് കത്തിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അടിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മളെ തോടിൻ്റെ ഭാഗത്തും കുറേ ചപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കതും കൂടെ ഒന്ന് കത്തിക്കാമെന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇപ്പുറത്തെ സൈഡിൽ കോഴിക്കൂടാണേ, 4 കോഴി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഒരു കോഴിയേ ഉള്ളൂ, ബാക്കിയെല്ലാം ചത്തുപോയി കേട്ടോ. അപ്പം അങ്ങനെ ഇതാ മുറ്റമൊക്കെ അടിച്ചു വാരി, ഫ്രണ്ട് ഭാഗത്ത് അങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അമ്മേൻ്റെ ഇപ്പുറത്തെ സൈഡിലൊക്കെ ചേമ്പൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഈ ചാക്കിൽ ചേമ്പൊക്കെ നട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സൈഡ് ഭാഗത്ത് ഇതാട്ടോ ഞാൻ പറഞ്ഞ കത്തിക്കാനുള്ള ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പിന്നെ ഷോർട്ട് വീഡിയോ ആണ്. അമ്മേൻ്റെ കൃഷി എന്നും പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പച്ചപ്പ് പോലെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. പടവളത്തിൻ്റെ ആയിരുന്നേ, വലിയ പന്തലായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ പന്തലൊക്കെ പൊളിച്ചിട്ട് അമ്മ ഇതിൻ്റെ വള്ളിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ കുറേ ഇങ്ങനെ പച്ചയായിട്ടുണ്ട്, ഉണങ്ങിയിട്ടില്ല. കുറച്ചൊക്കെ ഉണങ്ങി, അപ്പോൾ കത്താൻ പണിയായിരിക്കും. അപ്പോൾ എങ്ങനെയൊക്കെ കുറേ ചപ്പൊക്കെ പറക്കിയിട്ടിട്ട് അമ്മയും മോളും കൂടെ കത്തിക്കാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ മറ്റേ ഈ പട്ടയില്ലേ, കഴുങ്ങിൻ്റെ പട്ട ഇട്ടു. അപ്പോൾ അതിട്ടപ്പം പെട്ടെന്ന് കത്തിയേ. അപ്പോൾ അമ്മയെ ഇങ്ങനെ കത്തിക്കുന്നത് അമ്മേൻ്റെ ചീര നട്ടതാണ് കേട്ടോ. അത് ചീര വിത്ത് വേറിയതാണേ. അങ്ങനെ നമ്മൾ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ആ മോൾ ഭാഗത്തൊക്കെ ഇങ്ങനെ പെരിച്ചായും മാന്തിയിട്ട് ഇങ്ങനെ മാളാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്നാൽ പറഞ്ഞാൽ പിന്നെ നമുക്കവിടെ അടിച്ചു വാരി അതിൻ്റെ ഇതൊക്കെ ഇങ്ങോട്ട് അടിച്ചു വാരാ പറഞ്ഞിട്ട് അമ്മ അവിടുന്ന് അങ്ങോട്ട് അടിച്ചു വാരുന്നുണ്ട്. പക്ഷെ അമ്മക്ക് അങ്ങോട്ട് മുകളിൽ കയറിയിട്ട് അടിച്ചു വാരാൻ കഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ മേടിച്ചിട്ട് ഞാൻ അടിച്ചു വാരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അടിച്ചു വാരിയിട്ട് മേലേക്ക് ഇങ്ങനെ ഒരുപാട് കുഴി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ മേലെ അവിടെ കരിങ്കല്ലിനെ കൊണ്ടാണല്ലോ അവിടെ വേലി കെട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മാളം പോലെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാനത് അവിടെയൊക്കെ അടിച്ച് വാരി അതൊക്കെ കാട്ടൊക്കെ ഇങ്ങനെ അടിച്ചിങ്ങോട്ട് താത്തു. പിന്നെ അത് ആ മാളമൊന്നും പിന്നെ അങ്ങനെ ഇതാകാനും പോയിട്ട് പിന്നെ അങ്ങനെ വെച്ചു. പെരിച്ചായി ഉണ്ട് കേട്ടോ, ഒരുപാട് പെരിച്ചായികളുണ്ട് ഇവിടെ. അപ്പം അങ്ങനെ നമ്മൾ അടിച്ച് വാരി ഇതിനിപ്പോൾ ഇത് കത്തിച്ചിട്ട് വേണം നമുക്ക് തോട്ടിലേക്ക് പോയിട്ട് തോട്ടിലേക്ക് കുറച്ചും കൂടെ കത്തിക്കാൻ വേണ്ടിയിട്ട്. തോട്ടിലിങ്ങനെ കുറേ ചപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ കത്തിക്കാൻ അതിൻ്റെ ഇടയ്ക്ക് കൊള്ളി വെച്ച് ഇതാക്കുമ്പോൾ അമ്മ പിടിച്ച് വാങ്ങി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ തോട്. അപ്പോൾ ഇതാ ഇപ്പുറത്തെ ഭാഗത്ത് കഴിഞ്ഞിൻ്റെ പട്ടയും അങ്ങനെ എന്തൊക്കെയോ വീണിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി കത്തിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ തോട്ടിലേക്ക്. അപ്പോൾ ഇപ്പോൾ ഇനി മഴയൊക്കെ വരുമ്പോൾ വെള്ളമൊക്കെ വരും. മഴയുണ്ടാകുന്ന സമയത്താണ് കേട്ടോ വലിയ കൂടി വെള്ളം ഉണ്ടാവില്ല, അല്ലാത്ത സമയത്ത് വെള്ളമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ പോയിട്ട് കത്തിക്കണം. വെള്ളം മഴ വന്നു കഴിഞ്ഞാൽ നല്ല വെള്ളമായിരിക്കും കേട്ടോ, നല്ല രസമാണ് വെള്ളം വന്നു കഴിഞ്ഞാൽ. പിന്നെ അങ്ങനെ നമ്മളെ ഈ ഒരു സൈഡിലേത്തത് മാത്രമേ കത്തിക്കുന്നുള്ളൂ കേട്ടോ. നമ്മളെ ഒരു ഭാഗത്ത് നമ്മൾ അടിച്ചിട്ടിടുന്ന ചപ്പുകളുണ്ടാവില്ല, അത് ഇങ്ങോട്ട് ഇട്ടപ്പം അത് എടുത്ത് കത്തിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനിയിപ്പം വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഇങ്ങനെ പോയിട്ട് അങ്ങ് താഴെ ഭാഗത്തൊരു ഇതുണ്ട്. അപ്പോൾ അവിടെ വന്ന് താങ്ങി നിൽക്കില്ല, അതിനേക്കാളും വേഗം ഒന്ന് അടിച്ച് വാരിയിട്ട് ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട് കത്തിക്കാൻ വിചാരിച്ചിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ കത്തിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ചെറിയ ചെറിയ ഒരു ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മിറ്റൊക്കെ അടിച്ച് വാരിയ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, അമ്മേൻ്റെ ചെറിയ ചെറിയ പൂക്കളൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ അമ്മ ഇപ്പം പറയും പോയിട്ട് വരുമ്പോൾ എന്നാൽ പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്നൂടെ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ കൊണ്ട് കൊടുക്കണം ഇനി. അപ്പോൾ നമ്മളിനി കയ്യൊക്കെ കഴുകി നമ്മൾ ചായ കുടിക്കാൻ വിചാരിച്ചു. അപ്പോൾ അമ്മേൻ്റെ സ്പെഷ്യൽ ഒരു അപ്പമാണ് കേട്ടോ, നെയ്യപ്പം പോലത്തെ ആക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ ഭയങ്കര ഭാരമാണ് ഗ്യാസ്, പല്ല് പൊട്ടി പോകും. അപ്പോൾ അതിങ്ങനെ പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മോളെ കട്ടൻ ചായ എടുത്ത് കഴിച്ചപ്പോൾ അവൾ ഇത് എൻ്റെതാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിയത്. അപ്പോൾ എൻ്റെ കട്ടൻ ചായ വലിയ കപ്പിലാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറുതെടുത്ത് കുടിച്ചത്. അപ്പോൾ അവളത് മേടിച്ചു ഗ്യാസ്, എനിക്ക് തന്നില്ല അവൾ. എന്നിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഇനി എൻ്റെ കപ്പ് കഴിക്കാം, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ചേ ഉള്ളൂ കേട്ടോ, നിറച്ചൊന്നുമില്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല. അപ്പോൾ അതാ വായു പൊള്ളിപ്പോയി. അപ്പം അങ്ങനെ ചിരി വരുന്നു ഗൈസ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്കത് ഒരു ഇതൊന്നും തോന്നില്ല. പക്ഷേ അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടമായാലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം വോയിസ് ഓവർ കൊടുക്കുന്നതിൽ ഒരു ചെറിയ ചമ്മലുണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇഷ്ടമായിട്ടില്ല എന്ന് തന്നെ പറഞ്ഞോട്ടാ, ഞാൻ മ്യൂസിക് ഇട്ടിട്ട് ചെയ്തോളാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ടാറ്റാ ബൂം.